വാഗ്ദത്തങ്ങൾ, പ്രവചനങ്ങൾ, സ്വപ്നങ്ങൾ. യോസേഫിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ 13 വർഷം, പൗലോസിന് കിട്ടിയ നിയോഗത്തിലേക്ക് എത്താൻ 13 വർഷം. അതുവഴിയിലൂടെ ദൈവം നടത്തുകയാണ്. പക്ഷെ ഞാൻ ആത്മാവിൽ പറയാം, ആ യോസേഫേ 13 വർഷം കഴിയുമ്പം ആ രാജകൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ അവന്റെ ഒരു വ്യക്തിത്വം കണ്ടോ? എന്നെ കുഴിയെ തള്ളിയിട്ടവനെ ചാണകക്കുഴി ഇടണമെന്ന് പറഞ്ഞല്ല അവൻ നിൽക്കുന്നേ. എന്നെ കുത്തിയവന് ഒരു അവസരം കിട്ടിയാൽ കുത്തി തീർക്കണമെന്ന് പറഞ്ഞല്ല അവൻ നിൽക്കുന്നേ. സഹോദരന്മാരെല്ലാം വിറച്ചു നിൽക്കുമ്പോ അവൻ പറയാണ്, നിങ്ങൾ ദോഷത്തിന് വേണ്ടിയാ ചെയ്തേ, പക്ഷെ ദൈവം അത് അനുഗ്രഹമാക്കി തീർത്തു. ഇങ്ങനൊരു മനോദിനയിൽ ഒരു യോസെഫിനെ ദൈവം ഒരുക്കിയെടുത്തൊരു ദൈവപദ്ധതി. ഈ കുഴിയിലൂടെയും ഈ കുണ്ടറയിലൂടെയും ഈ കാരാഗ്രഹത്തിലൂടെയും ഒക്കെ ദൈവം കടത്തിവിടുമ്പോൾ ഇവന്റെ അകത്ത് കയറിക്കൂടിയ കയ്പിന്റെ വേരുകളെ ദൈവം അറുത്തറുത്തറുത്തറുത്ത് അവൻ ദൈവികമായി ഇടത്ത് നിൽക്കുമ്പോൾ അവന്റെ അകത്ത് പകരം വീട്ടലില്ല, പകപോക്കലില്ല, കയ്പുകളുടെ പ്രസരണങ്ങളില്ല. അവൻ അവിടെ ഒരു ദൈവ പദ്ധതിയുടെ ഭാഗമായി നിൽക്കുകയാണ്. അവനിലൂടെ ദൈവം അടുത്തൊരു ഉണർവിനെ തുടങ്ങുകയാണ്. ഇങ്ങനെ നിന്നെ ഒന്ന് പണിതെടുക്കാൻ ദൈവം എടുക്കുന്ന കാലഘട്ടമോർത്ത് ദൈവത്തെ സ്തുതിക്കാം.